السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ ഖബറിൽ ഉപകരിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, വലതുൻ സാലിഹുൻ യദ്ഉ ലഹു, നല്ല മക്കളാണ്, അവന് വേണ്ടി ദുആ ചെയ്യുന്നതായ മക്കൾ. 2, സദഖത്തുൽ ജാരിയ, സദഖത്തുൽ ജാരിയായ സദഖയാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് നാഫിയായ ഇൽമുകളാണ്, ഉപകാരപ്രദമായ വിജ്ഞാനമാണ്. ഈ 3 കാര്യങ്ങളെ നമ്മുടെ ഖബറിൽ ഉപകരിക്കുക. അതുകൊണ്ട് നമ്മുടെ മക്കളെ നാം നല്ല രീതിയിൽ വളർത്തുക. അങ്ങനെ നാം അത്തീഉല്ലാഹ വ റസൂലഹു, അല്ലാഹുവിനെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വഴിപ്പെട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കും. ഓരോ ചവിട്ടടിയും ഇലൽ ഖബരി, ഖബറിലേക്കുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കും. നമ്മളിലുണ്ടായിരുന്ന പലരും ഇന്ന് 6 അടി മണ്ണാകുന്ന ഖബറിലായിരുന്നു. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ സെക്കൻഡ് സമയവും ഇങ്ങനെ കഴിയും തോറും നമ്മുടെ ഖബറിലേക്കുള്ള ദൂരം ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ് എന്ന് നാം 100% നാം മനസ്സിലാക്കും. അങ്ങനെ നാം തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക. അങ്ങനെ നാം ഇത്തഖുള്ള, അള്ളാഹുവിലേക്ക് തഖ്വ ചെയ്ത് നാം ജീവിക്കുക. ഒരാൾ മരണപ്പെടുമ്പോൾ വയബ്ക അമലുഹു, അവൻ ചെയ്തതായ സൽക്കർമ്മങ്ങൾ മാത്രമേ അവരിൽ അവശേഷിക്കുകയുള്ളൂ എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ധാരാളം സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നേറുവാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു തആല നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ.